ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിൻ്റെ പുസ്തകം 42:12. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തതിനേക്കാൾ ധന്യമാക്കി. ഇത് ഏത് ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ തീർപ്പാണ്, വിധിന്യായമാണ്. നമ്മുടെ ഒരു വിചാരമാണ് മുൻപോട്ട് ചെല്ലും തോറും നമ്മൾ വീര്യം കുറഞ്ഞ്, ശക്തി കുറഞ്ഞ്, കരുത്ത് കുറഞ്ഞ്, മഹത്വം കുറഞ്ഞ് വിതറിങ്ങവേ നമ്മൾ തീരുകയാണ് എന്നൊരു ചിന്തയുണ്ട്. ദൈവത്തിൻ്റെ ഒരു വിധി ഡിഫറൻ്റാണ്. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പത്തതിനേക്കാൾ മഹത്തരമാക്കി, ധന്യമാക്കി. എൻ്റെ ജീവിതത്തെക്കുറിച്ചും നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ തീർപ്പ് അങ്ങനെയാണ്. നമ്മുടെ വിചാരം നമ്മുടെ നല്ല കാലം പോയി, നമ്മുടെ യുവത്വം പോയി, നമ്മുടെ നല്ല മഹത്വം പോയി, നല്ല ഉശിരും സൗന്ദര്യമുള്ള കാലം പോയി, ഇനി നമ്മൾ മുന്നോട്ട് തീരുകയാണെന്നാണ്. പക്ഷെ നിൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തതിനേക്കാൾ സമ്പന്നമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇത് വിശ്വസിക്കാൻ പാടാണ്. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഒരു പുതിയ ഉണർവും, ഒരു പുതിയ അഭിഷേകം, ഒരു കരുത്തും ഞരമ്പുകളിലൂടെ തന്നെ കയറി വന്ന് നമ്മളെ ഗ്രസിക്കുന്നത് കാണാൻ പറ്റും. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതത്തെ മുമ്പത്തതിനേക്കാൾ സമ്പന്നമാക്കി. ഈ വചനം എൻ്റെ പ്രിയ സഹോദര സഹോദരി നിന്നിൽ സംഭവിക്കട്ടെ. നിൻ്റെ ഇനിയുള്ള കാലം പണ്ടത്തതിനേക്കാൾ തേജസ്സും മഹത്വവുമായി തീരട്ടെ. അത് കണ്ട് നീ ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.